ഓക്കെ, അപ്പൊ പ്രേക്ഷകരെ നമ്മുടെ ജഡ്ജസ് തിരക്കൂട്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം മുൻപോട്ട് പോട്ടെ. അപ്പൊ ഇനി നടക്കാൻ പോകുന്ന റൗണ്ട് ഹസ്ബൻഡ് ചോയ്സ് റൗണ്ട് ആണ്. ചോയ്സിൽ ഇവിടെ വരുന്നു ദിവ്യ. ദിവ്യ. ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും തന ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും തന ചിലങ്കേ നിന്റെ താളം. ഏകാന്തരാത്രി കാമദേവൻ വരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ. ഏകാന്തരാത്രി കാമദേവൻ വരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ. ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ, ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ. കൊഞ്ചും കുളിർ ചന്ദനലതയ ആയിരം ജതികത്തിൽ സ്വരമായി ഉണരുനി ധും ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും തന ചിലങ്കേ നിന്റെ താളം. സനിപ ഗമപ സനിപ ഗമപ സനിപ സനിപ ഗമപ സനി സനിപ ധനി നിനി നിസാ സനി സമ ഗമപ മമ പദ പദ ധനി ധനി സനി ധനി സനി ധനി. നീല നേത്രങ്ങൾ നിത്യദാഹങ്ങൾ നിന്നെ ഞാൻ തിരയും ചന്ദ്രതീർത്ഥങ്ങളിൽ. നീല നേത്രങ്ങൾ നിത്യദാഹങ്ങൾ നിന്നെ ഞാൻ തിരയും ചന്ദ്രതീർത്ഥങ്ങളിൽ. എൻ വികാരം വളർത്തും മണിനാഗത്തിൻ, എൻ വികാരം വളർത്തും മണിനാഗത്തിൻ. നഗ്നശിരസിൽ നർത്തനമാടും ആയിരം നഖങ്ങളിൽ കൊത്തിയുണർത്തുനി ധും ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധും തന ചിലങ്കേ നിന്റെ താളം. ചിലങ്കേ നിന്റെ താളം. നന്നായിട്ട് പാടാൻ പറ്റിയോ? നന്നായിട്ട് പഠിച്ചതാണ്, പക്ഷെ എന്തോ ഒരു ഉള്ളിലൊരു ടെൻഷൻ. ആ ടെൻഷൻ പാട്ടിന് ബാധിച്ചോ ജഡ്ജസ്?
ഔസേപ്പച്ചൻ സർ. വെരി ടഫ് സോങ്, അസാധ്യ എഫേർട്ടായിരുന്നു. ദിവ്യ സർ. വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ പേന ഞാൻ ഇതെടുത്ത് ഇവിടെ വെക്കുന്നു, ഇത് തിരിച്ചെടുത്ത് വെക്കുന്നു, അതിങ്ങനെ മുറുക്കി പിടിച്ച് ഇവിടെ വെക്കും, വീഴുന്നില്ല, കറക്റ്റായിട്ട് ഇവിടെ വെച്ചു. പക്ഷെ നമ്മളുടെ എന്തോരം എഫർട്ട് അതിൽ ശക്തി അനാവശ്യമായിട്ട് എനർജി പോകുന്നുണ്ടെന്നറിയോ? ആ എനർജി പോകാതെ ഈസി ആയിട്ട് ഇത് പാടിയാൽ ഇനിയും സുഖകരമായിട്ട് ഞങ്ങൾക്കത് കേട്ട് ആനന്ദിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങളത് പെർഫെക്ഷൻ കണ്ട് നല്ല ക്ലീൻ ആയിട്ട് പാടി. പക്ഷെ അതിൻ്റെ പിന്നിലെടുത്തിരിക്കുന്ന ഈ എനർജി വേസ്റ്റേജ് കുറേ ഉണ്ട്. ഒന്ന് അങ്ങനെ ഒന്ന് പാടി നോക്കണോ? കുറച്ച് ആ ഒരു പല്ലവി മാത്രം ജസ്റ്റ് ഇത്രയൊന്നും സ്ട്രെയിൻ, എത്രയും ബലം കൊടുക്കാണ്ട്. ആഹാ, നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന ധും തന ധുന്ന ധുന്ന ചിലങ്കേ നിന്റെ നിന്റെ താളം. എന്തൊരു സുഖമുണ്ട് കേൾക്കാൻ. ഇത് ഇനിയും യു ക്യാൻ ഡു ഇറ്റ്. ഇതിപ്പോ നൗ യു ഹാവ് പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് മാറി നന്നായിട്ട് വ്യത്യസ്തമായിട്ട് നല്ല ക്ലീൻ ആയിട്ട് പാടിയിട്ടുണ്ട്. സംഗതികൾ കുറച്ചും കൂടി ക്ലാരിറ്റിയും വന്നു കേട്ടോ ഇപ്പൊ പാടിയപ്പോൾ. ബട്ട് യു ഹാവ് സങ് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് സർ. വിനി ചേച്ചി. ദിവ്യ, ഇപ്പൊ ഞാൻ ആ ഭാഗത്തിലേക്ക് കിടക്കുന്നില്ല. ദിവ്യ നന്നായിട്ട് പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. എനിക്ക് ആ ഹമ്മിങ് മാത്രം ഒന്ന് പാടിയത്. വെരി ഫസ്റ്റ്. വെരി ഫസ്റ്റ്. മക്കളെ അത് ഇത്രയും കൊടുക്കണേ, സോഫ്റ്റ് ആയിട്ട് കൊടുത്താ. അതാ പാടു പാടു. അല്ല അതെ എനിക്ക് തോന്നുന്നത് നീസിൽ കുറച്ച് ചേർക്കാൻ പറ്റുമോ അതില്? അതാണ് എന്റെ പ്രശ്നം. ആന്ന് പറഞ്ഞ ാണ് അങ്ങനെ പാടല്ല. ഇത് കച്ചേരി അല്ലല്ലോ. നമ്മള് ഇങ്ങനെ അതൊക്കെ നമ്മള് ഒരുപാട് നമ്മുടെയൊക്കെ നെർവ്സ് ഒക്കെ ഒന്ന് ലൂസായിട്ട് വരുമ്പോ ലാസ്റ്റ് നമ്മൾക്കൊക്കെ ഒരു 80 വയസ്സാവുമ്പോ വരണ സംഭവമാണ് ഇതെല്ലാം. സത്യം. അത് എന്നുള്ളത് പക്ഷെ നമുക്ക് നാച്ചുറലി നമ്മുടെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസിക്കലാണ് കൂടുതൽ. മക്കളെ അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ചേച്ചി ആദ്യം പഠിപ്പിക്കാൻ വരുമ്പോ അങ്ങനെ പാടരുതെന്നാ പറയാ. തുടങ്ങണം എന്നാണ് മക്കൾ തുടങ്ങണത്. ഇത് ഒരിക്കലും മോളെ കളിയാക്കണോ ഇത് ചെയ്യണതോ അല്ലെങ്കിൽ കുറ്റം പറയണോ അല്ല. മക്കളിത് മാറ്റിയേ പറ്റൂടാ ചക്കരേ. എന്റെ ചുന്ദരിയല്ലേ, എന്റെ ചക്കരയല്ലേ, മക്കളിത് മാറ്റണം. ഞാൻ ഒരുപാട് പേരോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ സൗണ്ടിനും കൂടെ വേണ്ടിയാണ് ഞാനിത് പറയണേ. പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. ഇനി മാറ്റി അടുത്ത പ്രാവശ്യം ഇങ്ങനെ പാടാവുള്ളൂ. ഗോഡ് ബ്ലെസ് യു. പറയുമ്പോ ഉടനെ യു ഡോണ്ട് ഹാവ് ടു ഫീൽ ഹേർട്ട്. ഇറ്റ്സ് നോട്ട് സെഡ് ഇൻ എ ബാഡ് വേ. എന്താന്നറിയോ ചേച്ചി, എല്ലാവരോടും ഏത് ബീറ്റ് പ്ലേ ബാക്ക് സിംഗർ, നോൺ പ്ലേ ബാക്ക് സിംഗർ, ബിഗിനർ ആരാണെങ്കിലും ചേച്ചി ആദ്യം അതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ബിയില് പാടിയാ മതി. രഞ്ജിന്റെ ശ്രുതി ബി ആണ്. താഴെ ഇരുന്നിട്ട് ആദ്യം ഒന്ന് ജി ഷാർപ്പ്. ഞാൻ അയ്യോ മക്കളെ, ഇന്നത്തെ കാലത്ത് ഏത് ശ്രുതിയിലാണ് രഞ്ജിനി ലൈറ്റ് മ്യൂസിക് പാടുന്നത് അതില് തന്നെ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. ബിയിലാണ് എന്നെ ചേച്ചി പഠിപ്പിക്കുന്നത്. ഞാൻ ചേച്ചി പറയൂ പാടലും ചേച്ചി ഇത് തന്നെ എന്നോട് പറയും. ദിവ്യയോട് അത് തന്നെയാ പറയണേ. പറയുന്ന സെന്റൻസ് എല്ലായിടത്തും സെയിം ആണ്. അതാണ് ഞാൻ ചിരിച്ചത്. കാരണം എന്നോട് പറഞ്ഞത് ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചത്. ചേച്ചി ഇതേ ചേച്ചി ഓർമ്മയുണ്ട്. പിന്നെ ചേച്ചി കർണാട്ടിക് സിംഗർ അല്ലേ? ചേച്ചി പാടുന്നത് വരുന്നില്ല. ഞാന് 45 വർഷമായിട്ട് കർണാട്ടിക് മ്യൂസിക് പാടിക്കൊണ്ടിരിക്കണ. നിന്നു കോരി അതുപോലെ തേർഡ് സ്പീഡ് പാടുവാണെങ്കിൽ ഇങ്ങനെ പാടുള്ളൂ. അത് നിന്നു കോരി എന്ന് പറയാം. നിന്നു കോരി അത് സ്പീഡിൽ പാടണം.
എന്താ അത് അല്ല ഈ സ്പീഡിൽ പാടണമെങ്കിൽ തൊണ്ടയിൽ വൈബ്രേഷൻ. അല്ല ഈ സ്പീഡിൽ പാടണമെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷന് വേണ്ടി പറഞ്ഞാൽ ഈ സ്പീഡിൽ ഒക്കെ പാടണമെങ്കിൽ അത് 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 കുറയ്ക്കണം. അന്നേരം തന്റെ ഹസ്ബൻഡിനോടൊരു താങ്ക് യു പറയൂ സെലക്ട് ചെയ്തതിന്. ഹസ്ബൻഡാണോ ഹസ്ബൻഡ് സെലക്ട് ചെയ്ത ഹസ്ബൻഡ് ക്ലാസിക്കൽ ടൈപ്പ് സോങ്സ് ആണ് ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ്. ആ. മനസ്സിലായി. ഉറങ്ങുന്നത് പോലും ക്ലാസിക്കൽ പാട്ട്. പാട്ടുകൾ കേട്ടിട്ട് വെരി ഗുഡ്. ഇതില് ചില സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ എത്തായിക മാത്രമേ ഉള്ളൂ. അതെനിക്ക് തോന്നണേ ഈ പറഞ്ഞ പോലെ ലൂസിനപ്പ് ആക്കി പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തനിക്ക് എളുപ്പത്തും. ഇനി എലിമിനേഷനിൽ വരുമോ എന്താന്ന് അറിയില്ല, അതിൻ്റെതായിരിക്കും. എന്ന് ഞാൻ മാറാം. പറഞ്ഞാ ഞാനിത് എറിയും. ഇപ്പൊ നിങ്ങൾ പാടുന്നു, ഞങ്ങൾ ഇവിടുന്ന് ഒന്നും നന്നായിരുന്നു വെക്ക് അടുത്തയാള് വാ, നമുക്ക് പറയാൻ പറ്റില്ല. ശരി, അപ്പൊ മാർക്ക് പറയാം അല്ലേ? മാർക്കിലോട്ട് കിടക്കാം. ആർക്കും അറിയാം. അപ്പൊ ബേസിക്കലി പറഞ്ഞു. നന്നായി, എക്സ്ട്രീംലി ഗുഡ് എഫേർട്ട് ആണ്. താങ്ക് യു. ഓക്കെ, കാരണം ഇതൊരു എളുപ്പം പാട്ടല്ല. ബാക്കി എല്ലാവരും അപ്പൊ നമുക്ക് Thank you, judge. ദിവ്യയുടെ മാർക്സിലോട്ട് കിടക്കാം. ദിവ്യക്കുട്ടിയുടെ മാർക്ക് വിഷമിക്കേണ്ട, ഒരുപാട് കുറച്ച് കുറവാണ്. 95.5. എല്ലാ നമ്പരും കലക്കുന്നുണ്ട്. ഇല്ലേ, ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടെടുത്ത കുട്ടി ഇത്രയും അതൊക്കെ ഞങ്ങള് ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോ തന്നെ ഹസ്ബൻഡിന് നോട്ടം നോക്കി. ആ, അല്ല വേണോ? ഹസ്ബൻഡ് അല്ലേ? ഹസ്ബൻഡ് അല്ലേ അപ്പൊ സെലക്ട് ഇത് ചെയ്തത്? തന്നത് ഹസ്ബൻഡിനെ നോക്കിയത്. ഓ ഹസ്ബൻഡിനെ നോക്കിന്ന്. ആ, കാരണം ആള് ഹിപ്നോട്ടിസം തിരിച്ചു ചെയ്തോ? ഇല്ല. ഇല്ല, ഓർമ്മയില്ലേ? കാരണം ആള് Hypnotism hypnotism ചെയ്യുന്ന ചെയ്യുന്ന ഹസ്ബൻഡ്. എനിക്ക് സത്യം പറഞ്ഞ ദിവ്യയുടെ ജോക്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ട് കളഞ്ഞു പോയ ജോക്ക മറ്റേ ആറ്റിൻകര എന്ന് ആറ്റിൻകരയല്ലേ? പറഞ്ഞ ആ ഞാൻ joke ഓർക്കണ്ടത്. ചേച്ചി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് കരയും. ഇതില് ഒരു കോമഡി ഉണ്ട്. ആ ഇത് സത്യത്തിൽ ഞാൻ ശാരിക എന്നുള്ള പാട്ടായിരുന്നു പാടാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഞാൻ ലാസ്റ്റ് നിമിഷം പോയിട്ട് ഓർക്കസ്ട്ര ചേട്ടന്റെ അടുത്ത് അത് ചോദിക്കാൻ എനിക്ക് പേടി. കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം ഇത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എന്റെ ടെൻഷൻ കണ്ടിട്ട് പാവം രാധിക മാഡം പോയി ചോദിച്ചു, ജയരാജേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ജയരാജേട്ടൻ ചോദിച്ചു ഏത് പാട്ടാ പാടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആറ്റിൻകരയാണെന്ന് പറഞ്ഞു. എന്നാ ആറ്റിൻകര പോയി പാടാൻ പറഞ്ഞു. അതായിരുന്നു അതിനകത്തെ കോമഡി. ഞാൻ കോമഡിക്ക് വെയിറ്റ് ദിവ്യക്ക് എന്തോ Okay. പറയാനുണ്ട്. ദിവ്യ, എന്റെ കോസ്റ്റ്യൂം, ഓ ആ കോസ്റ്റ്യൂം ചേച്ചി കൺടെസ്റ്റിലോട്ട് കിടക്കാം നമുക്ക്. എനിക്കൊരു പുതിയൊരു സ്പോൺസർ വന്നിട്ടുണ്ട്. തന്നതാണ്. അപ്പൊ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ അവര് ഇനിയും പറയണം, തരാന്ന് ഇനിയും പറഞ്ഞിട്ടുണ്ട്. തരാം. പക്ഷെ അസലായിട്ടുണ്ട്, അസല് കളർ. നല്ല കളർ. ഫസ്റ്റ് നല്ല പ്ലേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് അങ്ങോട്ട് റൈറ്റിലേക്ക് തിരിച്ചരിച്ചു വെച്ച് കുറച്ച് അങ്ങോട്ട് നീക്കി ആ അങ്ങനെ വേണം അപ്പൊ വെക്കാൻ. അടുത്ത റൗണ്ടിൽ ഇതേപോലെ നല്ല നല്ല കോസ്റ്റ്യൂംസ് കിട്ടട്ടെ. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. Thank you. താങ്ക് യു.